ആണെങ്കിൽ പിന്നെ പാർവതി പുത്തനാർ ഉള്ള ഒരു കനാലെന്ന് പറയാം. ഈ കനാല് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഇതൊക്കെ ചെയ്ത് പേവിംഗ് ഒക്കെ ചെയ്ത് ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് മരങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ ഈ സൈഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിലും കാണാം അതിൻ്റെ പിന്നെ ഹാൻഡ് റെയിലും കോൺക്രീറ്റും നല്ല കോൺക്രീറ്റ്. ഞാൻ ഒരിടത്ത് കണ്ടു ഷീറ്റ് പൈലടിച്ചായിട്ട് പുറത്ത് കോൺക്രീറ്റ് വന്നിരിക്കുകയാണ്. ഒരു കോസ്റ്റ്ലിയർ കൺസ്ട്രക്ഷനാണ് കനാലിൻ്റെ സൈഡ്. ഈ കാണുന്ന വള്ളം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ എന്നോട് പറഞ്ഞത് സീനിയർ സിറ്റിസനായിട്ടുള്ള ആളുകൾ പിന്നെ ആ വള്ളത്തിൽ കയറി ചെറുതായിട്ട് തുഴഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് ഇത് അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ്. ഇന്നിപ്പം വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഇന്നില്ല, അതിൽ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് ഇനി ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ്റെ ഇത് എടുക്കാം. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ്റെ ഇതിൽ വരുമ്പോൾ ഇതൊരു ഫുട് ബ്രിഡ്ജ് നേരത്തെ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഇവിടെയാണ് പുതുതായി കൺസ്ട്രക്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന പാലമാണിത്. അപ്പോൾ അത് തന്നെ പാലം ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്? ഇത് നടുക്കൂടെ പിന്നെ ട്രാൻസ്പോർട്ടിങ് വള്ളം പോകാനും സൈഡിലൂടെ പെഡലിങ് ഇത് പോകാനും. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പെഡസ്ട്രിയൻ പോകാൻ രണ്ട് സൈഡും നടുക്ക് വണ്ടി പോകാൻ നല്ലതും മധ്യത്ത് എന്നതുപോലെ ഇത് രണ്ട് സൈഡും പിന്നെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഇങ്ങനെ ഒരു പാലം പണിയേണ്ട കാര്യമില്ല. ഒരു പാലത്തിൻ്റെ വെർട്ടിക്കൽ രണ്ട് പില്ലർ പോലെ വന്നിരിക്കുന്നു. അത് എന്തായാലും ഇവിടെ എല്ലാം പിന്നെ ഐസെക്ഷൻസ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വഴി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര തിന്നായിട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ സൈഡിലുള്ളതിനും നടുക്കുള്ളതിനും ഹോള് പോലെ ഇട്ടിട്ടുണ്ട്. കാരണം അത് ഈ വെർട്ടിക്കൽ ഐസെക്ഷൻസ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുന്നു. പിന്നെ വെള്ളം എന്തുമാത്രം പോകുമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും വരെ വെള്ളം പോകുന്നു, അതിൻ്റെ താഴെ ആയിരിക്കും വെള്ളം പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പം തിരിച്ച് ഇതിൻ്റെ ഈ കനാലിൻ്റെ അപ്സ്ട്രീം സൈഡാണ്. അപ്സ്ട്രീം സൈഡിൽ വെള്ളം നിൽക്കുന്നത് വെള്ളത്തിന് സാധാരണ നമ്മൾ പാലം പണിയുമ്പോൾ നമ്മൾ ബണ്ട് കെട്ടി തിരിക്കും. ഇവിടെ ബണ്ട് കെട്ടുന്നതിന് പകരം ഇതൊരു ഷീറ്റ് ഫയൽ അടിച്ചിരിക്കും. അതിന് ഫോക്കസ് ചെയ്യും. ഷീറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ പിന്നെ രണ്ട് ചാനൽ സെക്ഷൻ വെച്ചതുപോലെ ചാനലിൻ്റെ കൃത്യം സി അല്ല, ഒരു ആംഗിളിലുള്ള ഒരു ഹെക്സഗണിൻ്റെ ഒരു പാർട്ട് പോലെ അത് മാറിയും തിരിഞ്ഞും ഇത് നല്ല ഫോഴ്സ് കൊടുത്ത് അടിച്ചാലേ ഇത് താന്നിരിക്കുകയുള്ളൂ. അത് വാട്ടർ ടൈറ്റായിട്ടിരിക്കുകയാണ്. അത് അവിടെ നിന്ന് തുടങ്ങി ഇനി അറ്റം വരെ വന്ന് വരെ വന്നിട്ട് അത് അങ്ങ് ഈ ബിറ്റ്വീൻ രണ്ട് ആ കോറിഗേഷൻ പോലെ കാണുന്ന ഷീറ്റിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചാൽ എന്തോ കെമിക്കൽ ഉപയോഗിച്ചായിട്ട് അത് തന്നെ ഉപയോഗിച്ചാൽ വാട്ടർ ടൈറ്റാക്കിയിരിക്കുക. ഈ വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ആ ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ അവർ ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ ഫ്ലോർ ലെവലിനേക്കാളും ആൾമോസ്റ്റ് 1.5 മീറ്ററെങ്കിലും പൊങ്ങിയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടെ പിന്നെ ഇറങ്ങാനും കയറാനും ടെമ്പററി ലാഡർ പണിതിരിക്കും. ഇതിൽ വെള്ളം വന്ന് ഈ ട്യൂബിൽ ചാടുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് എന്താ ഉറവ് പോലെ ഊറ്റി വരുന്ന വെള്ളത്തിന് ഇതിൽ തന്നെ ചാടിക്കുക. അല്ലാതെ അതിൽ വരുന്ന ഒരു അവിടെയും ഷീറ്റ് പൈൽ, ആ ഷീറ്റ് പൈലിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ഇല്ല. ഇത് ഒറിജിനൽ കനാലിൻ്റെ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ സംവിധാനമാണ്. ആ ഷീറ്റ് വേറെ അടിച്ചിരിക്കുന്ന അതിൻ്റെ പുറത്തൊരു കോൺക്രീറ്റ് ബീം പോലെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഈ സൈഡ് വരുമ്പോൾ ഇത് ഏറ്റവും രസമുള്ള സൈഡ് എന്ന് വെച്ചാൽ ഇതിൽ ഈ വണ്ട് പിടിച്ച് വെള്ളം ഇവിടെ നിൽക്കുന്നു. ആ വെള്ളത്തെ അവിടെ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് പോകുന്നത് ഒരു വലിയൊരു ടെമ്പററി കുഴൽ പൈപ്പ് പോലുള്ള ഒരു ഫോം ചെയ്തിരിക്കുക. അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും ഇതൊരു ഫുൾ സർക്കിൾ തന്നെ ആയിരിക്കണം. ഹാഫ് സർക്കിൾ ആകാൻ കഴിയും. മുകളിൽ കാണുന്ന ഹാഫ് സർക്കിളാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്തായാലും ഒരു പിന്നെ ഡയമീറ്റർ ഒരു 2.5-3 മീറ്ററെങ്കിലും വരും. കാരണം ഇതിൻ്റെ മുകളിൽ പൊങ്ങിയിരിക്കുന്ന 1.5 മീറ്ററോളാണ് സെമി സർക്കിളിൻ്റെ റേഡിയസ്. 1.5 മീറ്റർ പോലെ തോന്നുന്നു, 1.25 മീറ്ററോളം തോന്നുന്നു. അത് കൊടുത്ത് പോയിരിക്കുകയാണ്. ഇത് ഈ ഐസെക്ഷൻ
കൊണ്ടുള്ള ഗർഡറും ഇത് പഴയ ബ്രിഡ്ജിൻ്റെ റിമെയിൻ ആണോ അതോ ഇതിന് വേണ്ടിയുള്ള ഇത് ചെയ്തതാണ്? പഴയ ബ്രിഡ്ജിൻ്റെ റിമെയിൻ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ആ റോഡ് പിന്നെ അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു അപ്പം പഴയ ബ്രിഡ്ജ് 3 ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ രണ്ടാമത് പണിയുന്ന ബ്രിഡ്ജ്. ഇത് പഴയ ബ്രിഡ്ജിൻ്റെ റിമെയിൻ ആണെങ്കിൽ 3ാമത്തെ ബ്രിഡ്ജ് നടുക്ക് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് പണിതായിരിക്കാം. അപ്പോൾ ഇത്രയും ഒരു കൺസ്ട്രക്ഷന് വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ട് ഇത്രയും ഒരു സ്ട്രക്ചർ പണിയാൻ സാധ്യതയില്ല. ഇത് പഴയ ബ്രിഡ്ജിൻ്റെ ഇത് തന്നെ ആയിരിക്കണം. അപ്പം ഈ ബ്രിഡ്ജും ആ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് പുതുതായിട്ട് വന്ന ബ്രിഡ്ജ് പണിയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നിരിക്കും. പുതിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു 2 ലൈൻ അല്ലെങ്കിൽ 3 ലൈൻ വരുത്ത 2 ലൈൻ എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ പിന്നെ ഡ്രൈവ് വേ വേണം. ഇത് അതിൽ കൂടുതൽ ഒരു 8-9 മീറ്റർ ഡ്രൈവ് വേ വരുന്ന ഒരു ബ്രിഡ്ജാണ് പണിതിരിക്കുന്നത്.